ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റോയൽ എൻഫീൽഡിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് പാർട്ട് 3 വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോ സീരീസിൽ കൂടി നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും തന്നെ അറിയാം, നല്ലോണം കെയർ ആവശ്യമായിട്ടുള്ള ഒരു വണ്ടിയാണ് റോയൽ എൻഫീൽഡ്. ഫ്രീ സർവീസ് ടൈമിൽ നമ്മൾ കൊടുക്കുന്ന കെയർ പോലെയാണ് നമ്മുടെ വണ്ടിയുടെ മുൻപോട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളും എല്ലാം തന്നെ വരുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വണ്ടി വാങ്ങുന്ന സമയത്ത് തന്നെ ഒരു ചെയിൻ ക്ലീനറും ലൂബ്രിക്കൻറ്റും കൂടി വാങ്ങി വെക്കേണ്ടതാണ്. സർവീസ് വരുന്ന ടൈമുകളിൽ മാത്രമല്ല ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ്രിക്കേഷൻ ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ നിറഞ്ഞ റോഡിലൂടെയാണ് വണ്ടി സ്ഥിരമായിട്ട് ഓടിക്കുന്നതെങ്കിൽ റോയൽ എൻഫീൽഡിൻ്റെ ചെയിൻ ഓപ്പൺ ചെയിൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നതിന് കാരണമാകുന്നു. അപ്പോൾ ഇങ്ങനെ ഡ്രൈ ആയി പോകുന്ന സമയങ്ങളിലെല്ലാം തന്നെ നമുക്ക് ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ്രിക്കേഷൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അഥവാ ലൂബ്രിക്കേഷൻ ഓയിലിൻ്റെ അംശം ചെയിനിൽ ഇല്ലാതെ ചെയിൻ ഓവറായിട്ട് റൺ ആവുകയാണെങ്കിൽ ചെയിനും അതോടൊപ്പം തന്നെ ചെയിൻ സ്പ്രോക്കറ്റും പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ് ആകുന്നതിന് കാരണമാകുന്നു. വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു പാർട്ട് തന്നെയാണ് ചെയിനും ചെയിൻ സ്പ്രോക്കറ്റും. ചെയിൻ മെയിൻ്റെനൻസിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എയർ ഫിൽറ്റർ. 10,000 കിലോമീറ്ററിലാണ് ആദ്യമായിട്ട് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടിയിൽ എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ഓരോ 10,000-ത്തിലും എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള സർവീസിലെല്ലാം തന്നെ എയർ ഫിൽറ്റർ നല്ലോണം ഒന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്യേണ്ടതുമാണ്. അതുകൂടാതെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ടയറിൻ്റെ എയർ പ്രഷർ. എയർ പ്രഷർ കുറവാണെന്നുണ്ടെങ്കിൽ അത് വണ്ടിയുടെ പുള്ളിങ്ങിനെയും മൈലേജിനെയും ബാധിക്കുന്നതാണ്. ഓരോ മോഡൽ വണ്ടികൾക്കും ഓരോ അളവിലാണ് ടയറിൻ്റെ എയർ പ്രഷർ വരുന്നത്. ഏതൊക്കെ മോഡൽ വണ്ടികൾക്ക് എത്രയൊക്കെയാണ് വരുന്നതെന്ന് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് തന്നെ ചെയ്യുന്നതാണ്. നിങ്ങളുടെ വണ്ടിക്ക് അബ്നോർമലായിട്ടുള്ള എന്തെങ്കിലും സൗണ്ടോ മറ്റെന്തെങ്കിലും കംപ്ലൈൻറ്റോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ ഷോറൂമിൽ എത്തിച്ച് കംപ്ലൈൻറ്റ് സോൾവ് ചെയ്യേണ്ടതാണ്. ചെറുതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ലോങ് ടൈമിലേക്ക് നീട്ടി വെച്ച് അത് വലിയൊരു കംപ്ലൈൻ്റ് ആക്കി മാറ്റാതെ ചെറിയ സ്റ്റാർട്ടിംഗ് ടൈമിൽ തന്നെ അത് സോൾവ് ചെയ്ത് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ്. ഓയിൽ ചേഞ്ച് വരുന്ന സർവീസിലെല്ലാം കൃത്യമായിട്ട് ഓയിലും ആൻഡ് ഫിൽറ്ററും ചേഞ്ച് ചെയ്യുകയും അതല്ലാത്ത സർവീസിൽ ഓയിൽ ടോപ്പപ്പ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അതായത് ഓയിലിൻ്റെ ലെവൽ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഓയിൽ ടോപ്പപ്പ് ചെയ്യുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും മാജിക് മീഡിയ 123 സൈനിങ് ഔട്ട്.